മുള്ളാത്തക്കയാണ്. ഉണ്ട്, അത് പഴുത്തേ. അത് ഞാനിങ്ങനെ പറിച്ചെടുക്കുക. ഞാൻ വെറുതെ ഒന്ന് നോക്കിയത് ഇതിൻ്റെ കളറ് കണ്ടോണ്ട്. നമസ്കാരം സുഹൃത്തുക്കളെ, പച്ചച്ചക്ക ഫുഡ് ആൻഡ് ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മുള്ളാത്തക്ക പഴം പറിച്ചു വെച്ചിട്ടുണ്ടായിരുന്നേ. ഇത് എടുക്കാൻ 2 ദിവസം ലേറ്റായി, അതുകൊണ്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. അപ്പം നമുക്കതൊന്ന് മുറിച്ച് നോക്കാവേ. ഉണ്ടോ, നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. ഇങ്ങനെ ഇതിൻ്റെ സ്കിന്നിങ്ങനെ പോരും. അപ്പം ഇതിന്ന് ഫ്രൂട്ടായിട്ട് കഴിക്കുക മാത്രമല്ല ഇന്ന് എൻ്റെ വീഡിയോ എന്ന് പറയുന്നത്. ഇത് ഫ്രൂട്ടായിട്ടും കഴിക്കും. ഇത് ഞാൻ ഇത്തിരി എടുത്ത് കറി വെക്കാനും കൂടെ പോവുക. നമ്മൾ മാമ്പഴ പുളിശ്ശേരിയൊക്കെ വയ്ക്കത്തില്ലേ, അതുപോലെ. ഇത് ഞാനിപ്പോൾ ഇത്തിരി ഒന്ന് കഴിച്ച് കാണിക്കാം. ഇത് ഇപ്പോൾ ഈ ഫ്രൂട്ടായി കഴിഞ്ഞാൽ, ഇതിങ്ങനെ പഴുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് കണ്ടോ ഇങ്ങനെ നല്ല ഫൈബർ പോലെ ഇരിക്കും. കഴിച്ചാൽ കടി കൊള്ളത്തില്ല, ചവച്ചാൽ. നല്ലൊരു മധുരവും ഒരു ചെറിയ പുളിയും എല്ലാം കൂടെ കൂടിയുള്ള ഒരു ടേസ്റ്റാണ് ഇതിൻ്റെ. അപ്പം ഇത് ഞാൻ ഇത്രയും എടുത്ത് കറി വയ്ക്കാൻ പോവുക. അപ്പോൾ അതിനു വേണ്ടി കൂടെയാണ് ഞാനിന്ന് ഈ മുള്ളാത്തക്ക എടുത്തിരിക്കുന്നത്. അപ്പം നമുക്കിതൊന്ന് കുറേശ്ശെ ഇങ്ങനെ അടർത്തിയിട്ടൊന്ന് കറി വയ്ക്കാവേ. സ്പൂണും കൊണ്ട് വേണമെങ്കിലും ഇതിങ്ങനെ വടിച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിങ്ങനെ തന്നെ അങ്ങ് എടുക്കുവാണേ. ഇതിൻ്റെ ഈ കുഞ്ഞ് നമുക്ക് വേണ്ട. ഇതിൻ്റെ അരി അങ്ങ് മാറ്റണം കേട്ടോ. അരിയെല്ലാം ഇതുപോലെ അങ്ങ് എടുത്ത് മാറ്റണം. ഇതിങ്ങനെ പ്രസ് ചെയ്യുമ്പോഴേ ഇതിങ്ങ് പോരും. പിന്നെ നമ്മൾ ഇതിൻ്റെ അരിയെല്ലാം കളഞ്ഞെടുത്തേ നമുക്ക് 2 മുളകും കൂടെ പറിച്ചെടുക്കാവേ. അതിനകത്തിലിടാനേ കണ്ടോ, നമ്മുടെ മുറ്റത്തുണ്ടെങ്കിലേ നമുക്ക് ഓടിച്ചെന്ന് പറിച്ചെടുത്തുകൊണ്ട് വരാം. മുളക് ഞാനൊന്ന് കഴുകി എടുത്തിട്ടുണ്ടേ. നമുക്കിതൊന്ന് ഇതിലേക്ക് പിളർന്നിടാം. 2 ചുമന്നുള്ളിയും പിളർന്നിടാവേ. ഇതെന്നാന്ന് ചോദിച്ചാൽ ഞാൻ തേങ്ങയുടെ കൂടെ അരയ്ക്കുന്നില്ല, ഇതിനകത്തിൽ പിളർന്നിടുന്നത് കൊണ്ട്. സവാളയാണെങ്കിലും മതി കേട്ടോ. ഒരു തുണ്ട് കറിവേപ്പിലയും കഴുകി വെച്ചേക്കുന്ന കേട്ടോ. ഇതിൻ്റെ അകത്തിൽ നമുക്ക് അല്പം മഞ്ഞൾ പൊടിയും കൂടെ കണ്ടോ, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇത്തിരി ഉപ്പ് കല്ലും കൂടെ ഇട്ടിട്ട്, ഞാൻ കല്ലാണ് ഉപയോഗിക്കുന്നത്, അറിയാലോ. അപ്പം ഇത്തിരി ഉപ്പൊക്കെ നോക്കി ചേർക്കണേ. പിന്നെ ഇത്തിരി വെള്ളവും കൂടി, ഇത് വേകാനായിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് വേവിക്കാനായിട്ട് അടുപ്പേ വെക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിത് അടുപ്പിൽ വെച്ച് വേവിക്കാം. എന്നിട്ട് ഇതിൻ്റെ ഉള്ള അരപ്പും കൂടെ തയ്യാറാക്കാവേ. ഗ്യാസ് കത്തിച്ചേ നമുക്കിത് അടുപ്പിൽ വെച്ചൊന്ന് വേവിക്കാം. ഇതിനുള്ള അരപ്പുണ്ടല്ലോ, ഇതിനുള്ള അരപ്പും കൂടെ തയ്യാറാക്കാവേ. ഞാനേ തേങ്ങ ഇത് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തേക്കുക കേട്ടോ. ഒരു 4 സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ടേ. ഒരു 1/4 ടീസ്പൂൺ ജീരകം. ഇത് രണ്ടും കൂടെ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. എരിയൊക്കെ കൂടുതൽ വേണ്ടിയവർക്ക് കൂടുതൽ പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ തേങ്ങയും ജീരകവും കൂടെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ടേ. ഇത് വേകുമ്പോഴത്തേക്ക് നമുക്കിത് കടുക് താളിക്കാനുള്ള കൊച്ചുള്ളിയും എല്ലാം കൂടെ ഒന്ന് അരിഞ്ഞെടുക്കാം. ഇത് പഴമായിട്ട് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരിങ്ങനെ കറിയൊക്കെ വെച്ചൊന്ന് കൂട്ടി നോക്കണേ. ഇനി ഒരു തുണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ കടുക്, വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് തൈരും എടുത്തിട്ടുണ്ട്. കൂടുതൽ തൈര് വേണ്ടിയവർക്ക് കൂടുതലൊക്കെ ചേർത്ത് കൊടുക്കാം. എന്താ പുളിയുള്ള തൈര് വേണമെങ്കിൽ പുളിയുള്ള തൈര് എടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ രുചിക്കും ഇഷ്ടത്തിനും ഒക്കെ അനുസരിച്ചെടുക്കാം കേട്ടോ. കണ്ടോ, ഇത്ര ഉടഞ്ഞാൽ മതി തൈര്. കറി റെഡി ആവുമ്പോഴത്തേക്ക് നമുക്ക് കടുക് കൂടെ താളിച്ച് വെക്കാം. നമ്മൾ എളുപ്പമുണ്ടല്ലോ, സമയം അത്രയും കളയണ്ട. ഇത്തിരിയും കൂടെ ഒന്നിരുന്നോട്ടെ. കടുക് പൊട്ടിയേ ചുമന്നുള്ളി ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇടാം. വറ്റൽമുളക് കൂടി ഇട്ട് കൊടുക്കാം. ഞങ്ങൾ ഗ്യാസ് ഓഫ് ചെയ്യാവേ. നമ്മൾ കറിക്ക് അരപ്പ് ചേർത്തിട്ടില്ല. എളുപ്പത്തിന് വേണ്ടി, ടൈം വേസ്റ്റ് ആക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ നേരത്തെ കടുകൊക്കെ താളിച്ച് വെച്ചതേ. അപ്പം നമ്മുടെ ആത്തക്കാപ്പഴം വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാവേ. ഇത് എളുപ്പമാണ് കേട്ടോ. ഇതിന് വെളുത്തുള്ളിയോ ഇഞ്ചിയോ ഒന്നും വേണ്ട. അരപ്പൊന്ന് ഒത്തിരി അങ്ങ് തിളയ്ക്കണ്ട, എന്നാലും ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് അടിച്ചു വെച്ചിരിക്കുന്ന തൈരില്ലേ, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവേ. കണ്ടോ, അരപ്പ് ചൂടായി. ഒന്ന് തിള വന്നപ്പോഴത്തേക്കും അടിച്ചു വെച്ചിരിക്കുന്ന തൈരും കൂടെ ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യുവാണേ. മൺചട്ടിയും കൂടെ ആയതുകൊണ്ട് ഇതിനകത്തിലിരുന്നങ്ങ് ഇത് തൈരും നന്നായിട്ട് ചൂടായിക്കോളും.
ഇനി ഇതിന് ഉപ്പുണ്ടോയെന്നൊന്നും ഇവിടെ ഒന്ന് നോക്കണം. കൊള്ളാം, ഉപ്പൊക്കെ കറക്റ്റാണേ. ഇനി നമ്മൾ താളിച്ച് വെച്ചിരിക്കുന്ന താളിപ്പും കൂടെ ഇതിനകത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാവേ. എങ്ങനെയുണ്ടോ നമ്മുടെ കറിയൊക്കെ കണ്ടിട്ട്? അപ്പോൾ കാണുന്നതിനേക്കാളിലും ടേസ്റ്റാണ് ഇത് കൂട്ടുമ്പം കേട്ടോ. പിന്നെ പുളി നന്നായിട്ട് വേണ്ടിയവർക്ക് നല്ല പുളിയുള്ള തൈര് ചേർക്കണം. ഇതിന് പുളി അധികം ഇഷ്ടമില്ലാത്തവർ പുളി കുറവുള്ള തൈര് ചേർക്കണം. അപ്പം കറിയൊക്കെ റെഡിയായി, സൂപ്പറാണ്. അപ്പം എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചെറിയ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുകയും കൂടെ ചെയ്യണേ. അപ്പോൾ അടുത്തൊരു കിടുക്കാച്ചി വീഡിയോയുമായി വരും വരേക്കും സൈനിങ് ഓഫ് പച്ചച്ചക്ക ഫുഡ് ആൻഡ് ട്രാവൽ.